ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് മൂന്നാം പാർട്ടാണ് കേട്ടോ. പാർട്ട് 3 നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ അല്ലേ, അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന ഗ്രാമറൊക്കെ ആവശ്യമുള്ള കുട്ടികൾക്കും അല്ലേ, എല്ലാവർക്കുമാണ് ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ പഠിച്ചിരുന്നത് എന്തായിരുന്നു, പോവുകയാണോ വരികയാണോ അല്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് അവിടെ ഞാൻ പഠിപ്പിച്ചിരുന്നത് എന്തായിരുന്നു, സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് വെർബ് പ്ലസ് ing ആയിരുന്നു അല്ലേ. പോവുകയാണോ, ഒരു പ്രവൃത്തി വെർബിനോട് ing കൂട്ടുകയാണ് വേണ്ടത് അല്ലേ. ഇന്ന് ഞാൻ എടുക്കുന്നത് എന്താ, ആണ് എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പം എന്താണ്, ഐ ആം ഗോയിങ് എന്ന് പറയാൻ ഞാൻ പോവുകയാണോ അല്ലെ, യു ആർ ഗോയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പോവുകയാണ് അല്ലേ. അങ്ങനെയൊക്കെ നീ പോവുകയാണ് അല്ലേ. യു ആർ ഗോയിങ് എന്ന് പറഞ്ഞാൽ നീ പോവുകയാണ്. ഐ ആം ഗോയിങ് എന്ന് പറഞ്ഞാലോ ഞാൻ പോവുകയാണ്. അങ്ങനെ ഇത് പറഞ്ഞിരുന്നത് അല്ലേ. അപ്പൊ എന്താണ്, അപ്പൊ വെർബ് ആയിരുന്നു അല്ലേ. അപ്പൊ അവിടെ എന്തായിരുന്നു, വെർബായിരുന്നു അല്ലേ. പോവുക, വരിക അതൊക്കെ ആയിരുന്നു. അപ്പൊ എന്താണ് ഇന്ന് എടുക്കാൻ പോകുന്നത് എന്താ വെച്ചാല്, ആണ് എന്നുള്ളത് തന്നെയാണ് കേട്ടോ, ആമീസാർ തന്നെയാണ്. പക്ഷെ അവിടെ എന്താ പ്രവൃത്തിയല്ല നമ്മൾ ചെയ്യുന്നത്. ഇത് നോക്കൂ, ഹി ഈസ് ഇൻ ദ ഗാർഡൻ. എന്താണ്, ഹി ഈസ് ഇൻ ദ ഗാർഡൻ. ഹി ഈസ് ഇൻ ദ ഗാർഡൻ, അവൻ ഗാർഡനിലാണ്. ഓക്കെ. പിന്നെന്താണ്, ഷീ ഈസ് എ നേഴ്സ്. ഈസ് അല്ലെ, ആം ഈസാർ എന്താണ്, ആണ് എന്നുള്ള അർത്ഥമാണ് അല്ലെ പറഞ്ഞത്. അപ്പൊ ആം ഈസാർ എന്ന് പറഞ്ഞാൽ ആണ് എന്നുള്ള അർത്ഥം അല്ലെ. അപ്പൊ ഈസ് എന്ന് പറഞ്ഞാല് ഹി ഈസ് ഇൻ ദ ഗാർഡൻ, അവൻ ഗാർഡനിലാണ്. പിന്നെന്താ, ഷീ ഈസ് എ നേഴ്സ്, അവൾ നേഴ്സാണ്. പിന്നെ ഷീ ഈസ് എ നേഴ്സ്, അവൾ നേഴ്സാണ് അല്ലെ. യു ആർ എ സ്മാർട്ട് ബോയ്. എന്താണ്, നീ ഒരു സ്മാർട്ട് ബോയ് ആണ് അല്ലെ. യു ആർ എ സ്മാർട്ട് ബോയ് അല്ലേ. അവനൊരു എന്താണ്, നീ ഒരു സ്മാർട്ട് ബോയ് ആണ് അല്ലേ. പിന്നെ എന്താണ്, ഐ ആം ഹാപ്പി. എന്താണ്, ഐ ആം ഹാപ്പി, എന്താണ്, ഞാൻ ഹാപ്പി ആണ്. കണ്ടോ, ആണ് എന്ന് പറയാൻ എന്തായിരുന്നു, ആം ഈസാർ അല്ലേ. അപ്പൊ എന്താണ്, ആം ഈസാർ ആണ് എന്ത്, ഹാപ്പി, എന്താ ആണ് എന്നുള്ള ഇതില്. ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞാല് ഞാൻ ഹാപ്പി ആണ്. പിന്നെ ഷീ ഈസ് ഹാപ്പി എന്ന് പറഞ്ഞാല് അവൾ ഹാപ്പി ആണ്. ദേ ആർ ഹാപ്പി എന്ന് പറഞ്ഞാല് അവര് ഹാപ്പിയാണ് അല്ലെ. പിന്നെ എന്താ വരുന്നത്, ഹി ഈസ് എ ബോയ്, അവനൊരു ആൺകുട്ടിയാണ് അല്ലെ. ഹി ഈസ് എ ബോയ്, അവനൊരു ബോയ് ആണ്. ഓക്കെ. ദെൻ അടുത്തത്, ഇറ്റ് ഈസ് എ ടേബിൾ. എന്താണ്, ഇറ്റ് ഈസ് എ ടേബിൾ. ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത്, ഈസ് എന്ന് പറഞ്ഞാൽ ആണ് അല്ലെ. എ ടേബിൾ, ഇതൊരു ടേബിൾ ആണ് അല്ലെ. പിന്നെ അടുത്തത് എന്താ, ദിസ് ഈസ് എ പെൻ അല്ലെ. ദിസ് ഈസ് എ പെൻ. എന്താണ് അതിന്റെ അർത്ഥം, ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആണ് എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ ദിസ് എന്ന് പറഞ്ഞാൽ ഇത്, ഈസ് എന്ന് പറഞ്ഞാൽ ആണ്, എ പെൻ, ഒരു പെന്നാണ് അല്ലെ. ഇതൊരു പെന്നാണ് അല്ലെ. പിന്നെ എന്താണ്, ദ ബുക്സ് ആർ ന്യൂ. എന്താണ്, ദ ബുക്സ് ആർ ന്യൂ. ഇതെന്താണ്, ഇത് പുതിയ ബുക്ക് ആണ് അല്ലെ. അപ്പൊ നോക്കൂ, ആം ഈസാർ എന്ന് പറയുമ്പോ എന്താണ്, ഈ ആണ് എന്നുള്ള അർത്ഥമാണ് വരുന്നത് അല്ലെ. പിന്നെന്താ, ഹി ഈസ് മൈ ബ്രദർ, അവൻ എന്റെ ബ്രദർ ആണ് അല്ലെ. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, എന്താണ്, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അല്ലെ. അങ്ങനെയൊക്കെ ആണ് എന്ന് പറയാനാണ് എന്ത്, ഈ ഈസ്, ആറ്, ആം ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ ഇനി മറക്കൂലല്ലോ. പിന്നെ അതുപോലെ എന്താണ്, വെർബ് ആണെങ്കിലും ഒരു പ്രവൃത്തി ആണെങ്കിലും എന്താണ്, ing കൊടുക്കണം അല്ലെ. നമ്മളൊരു പ്രവൃത്തി, നമ്മൾ പോവുകയാണ്, വരികയാണ്, ചെയ്യാണ് എന്നൊക്കെ പറയുമ്പോ എന്താണ്, ഒരു പ്രവൃത്തി ആയില്ലേ. അപ്പൊ പ്രവൃത്തി ആവുമ്പോ എന്താണ്, അതിന്റെ കൂടുതൽ ing. ഇപ്പൊ പോവുകയാണെന്നുള്ളത് അല്ലെ, ഗോ ആണ് അല്ലെ, പോവുക എന്നുള്ളത് ഗോ. അപ്പൊ എന്താണ്, ഹി ഈസ് ഗോയിങ്, അവൻ പോവുകയാണ്. അല്ലെങ്കിൽ ഐ ആം ഗോയിങ്, ഞാൻ പോവുകയാണ്. അല്ലെങ്കിൽ യു ആർ ഗോയിങ്, നീ പോവുകയാണ്. ഓക്കെ. അപ്പൊ ഒരു പ്രവൃത്തി ആണെങ്കിൽ വെർബ് കൊടുക്കുക, ing കൊടുക്കുക അതിന്റെ കൂടുതൽ കേട്ടോ. ഇതൊക്കെ എന്താണ്, ഇതൊരു പ്രവൃത്തിയല്ല അല്ലെ. അവൻ ഗാർഡനിലാണ്, അവൾ നേഴ്സാണ്, അവൻ സ്മാർട്ട് ബോയ് ആണ് അല്ലെ, ഹാപ്പിയാണ്, സന്തോഷവാനാണ്. അതിന് വരുമ്പോ എന്താണ്, ഹാം കൊടുത്തിട്ട് ഈ വാക്കും കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ചോദിക്കും, ഒരു ചോദ്യം വരുന്നില്ലേ, അവൻ ഗാർഡനിലാണോ എന്ന് ചോദിക്കൂലേ. പിന്നെന്താണ്, അവൾ ഒരു നേഴ്സ് ആണോ, അങ്ങനെ ചോദിക്കൂ നമ്മള്. അവളൊരു നേഴ്സ് ആണെന്നാ. നോക്കൂ, ഹീസ് ഇൻ ദ ഗാർഡൻ, അവൻ ഗാർഡനിലാണ് എന്നാണ് അല്ലെ. അപ്പൊ അവൻ ഗാർഡനിലാണോ എന്ന് എങ്ങനെ ചോദിക്കും, ഈ ഈസ് ഉണ്ടല്ലോ അത് ഫസ്റ്റിൽ വരിക, ഇതെന്താക്കുക രണ്ടാമതും വരിക. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ അറിയാം, നോക്കൂ. ഇതിനെ നമുക്ക് എഴുതാൻ പറ്റുക, അവൻ ഗാർഡനിലാണ് എന്നാണ്, ഹീസ് ഇൻ ദ ഗാർഡൻ അല്ലെ. ഇനി അവൻ ഗാർഡനിലാണോ എന്ന് എങ്ങനെ ചോദിക്കുക, ഈസ് ഹീ ഇൻ ദ ഗാർഡൻ. എന്താണ്, ഈസ് ഹീ ഇൻ ദ
ഗാർഡൻ. ഓക്കെ, ഹി ഈസ് ഇൻ ദ ഗാർഡൻ. അവൻ ഗാർഡനിലാണോ ചോദ്യമാണ് അല്ലേ, അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഷീ ഈസ് എ നേഴ്സ്, അവളൊരു നേഴ്സ് ആണ് എന്നാണ് അല്ലേ. അപ്പൊ അവളൊരു നേഴ്സ് ആണോ എന്ന് ചോദിക്കൂലേ. അപ്പൊ എങ്ങനെ ചോദിക്കുക? ഈസിനെ ഫസ്റ്റ് കൊണ്ടുവരിക, ഷീനെ പിന്നെയും കൊണ്ടുവരിക അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? ഈസ് ഷീ എ നേഴ്സ്, അവൾ നേഴ്സ് ആണോ. ഓക്കെ, അടുത്ത് യു ആർ എ സ്മാർട്ട് ബോയ്, നീ ഒരു സ്മാർട്ട് ബോയ് ആണെന്ന് അല്ലേ. അപ്പൊ നീ ഒരു സ്മാർട്ട് ബോയ് ആണോ ചോദിക്കൂലേ. അപ്പൊ എങ്ങനെ ചോദിക്കുക? ആറ് ഫസ്റ്റ് വരിക അല്ലേ. അപ്പൊ ആർ യു എ സ്മാർട്ട് ബോയ്, നീ നല്ല എന്താണ് സ്മാർട്ട് ബോയ് ആണോ അല്ലേ. പിന്നെന്താ? ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. ഞാൻ സന്തോഷവാനാണോ ചോദിക്കില്ലേ, ചോദ്യം ചോദിക്കൂലേ. അപ്പൊ എന്താ വരേണ്ടത്? ഫസ്റ്റ് ആമോ അയ്യു തിരിച്ചിടുക അല്ലേ. അപ്പൊ ആം ഐ ഹാപ്പി, ഞാൻ സന്തോഷവാനാണോ. ഓക്കെ, ചോദ്യമാണ് അല്ലേ. പിന്നെ ഹീസ് എ ബോയ്, അവനൊരു ബോയ് ആണ്. അപ്പൊ നമ്മൾ അവന് ബോയ് ആണോ എന്ന് എങ്ങനെ ചോദിക്കും? ഈസ് ഹി എ ബോയ്, ഈസ് ഹി എ ബോയ്, അവൻ ബോയ് ആണ്, ആൺകുട്ടിയാണ് അല്ലേ. ഇറ്റ് ഈസ് എ ടേബിൾ, ഇത് ടേബിൾ ആണ് അല്ലേ. അപ്പൊ എങ്ങനെ പറയാം നമുക്ക്? ടേബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഈസ് ഇറ്റ് എ ടേബിൾ, ഈസ് ഇറ്റ് എ ടേബിൾ, അങ്ങനെ ചോദിക്കുക അല്ലേ. ഈസ് ഇറ്റ് എ ടേബിൾ. ദെൻ ദിസ് ഈസ് എ പെൻ ആണല്ലോ, ഇതൊരു പെന്നാണ് അല്ലേ. ഇതൊരു പെന്നാണോ എന്ന് ചോദിക്കൂലേ. അപ്പൊ എങ്ങനെ ചോദിക്കുക നമുക്ക്? അന്ന് പറഞ്ഞു നോക്കിയേ. രണ്ടാമത്തെ ഫസ്റ്റിലേക്ക് വരും അല്ലേ. അപ്പൊ എങ്ങനെ വരും? ഈസ് ദിസ് എ പെൻ, ഇതൊരു പെന്നാണോ അല്ലേ. ഇനി ദ ബുക്സ് ആർ ന്യൂ, ഇത് പുതിയ ബുക്സ് ആണ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കുക? ചോദ്യം വരുമ്പോ എങ്ങനെ ചോദിക്കുക? ഇത് പുതിയ ബുക്ക് ആണോ എന്ന് ചോദിക്കുക അല്ലെ. അപ്പൊ എങ്ങനെ ചോദിക്കുക? ആർ ദ ബുക്സ് ന്യൂ, ആർ ദ ബുക്സ് ന്യൂ അല്ലെ, പുതിയ ബുക്കാണോ അല്ലെ. പിന്നെ നമുക്ക് എന്താ? നീ നല്ല കുട്ടിയാണ് എന്ന് പറയില്ലേ. നീ നല്ല കുട്ടിയാണ്, എന്താണ്? യു ആർ എ ഗുഡ് ബോയ് എന്ന് പറയും അല്ലെ. യു ആർ എ ഗുഡ് ബോയ്, നീ നല്ല കുട്ടിയാണ് അല്ലെ, നല്ല ആൺകുട്ടിയാണെന്ന് പറയും അല്ലെ. അപ്പൊ നീ നല്ല ആൺകുട്ടിയാണോ ചോദിക്കൂലേ, നീ നല്ല ബോയ് ആണോ എന്ന് ചോദിക്കൂലേ. അപ്പൊ എങ്ങനെ ചോദിക്കുക? ഇത് ഫസ്റ്റിൽ എടുത്തിടുക അല്ലെ. ആർ യു എ ഗുഡ് ബോയ്. ഇനി പെൺകുട്ടികളോടാണെങ്കിൽ ഞാൻ ചോദിക്കാം നമുക്ക്, ആർ യു എ ഗുഡ് ഗേൾ, നീ നല്ല പെൺകുട്ടിയാണോ ചോദിക്കൂലേ. അല്ലെങ്കിൽ ആർ യു എ ഗുഡ് ചൈൽഡ്, നീ നല്ല കുട്ടിയാണോ അല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുക അല്ലെ. അപ്പൊ എന്താണ്? ഇങ്ങനെയാണ് നമ്മൾ ചോദ്യം എന്താണ് ചോദിക്കുക കേട്ടോ. അപ്പൊ എന്താണ്? ഇതൊന്നും ആലോചിച്ച് വെച്ചാൽ മതി അല്ലെ. അവന് ഗാർഡനിലാണ്. അപ്പൊ നമ്മൾ ചോദ്യത്തിൽ വരുന്ന എന്താണ്? അവൻ ഗാർഡനിലാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താവും? ഈ ഓക്സിലറി, ഈ രണ്ടാമത്തെ ഇത് ഫസ്റ്റിലും സബ്ജക്റ്റ് പിന്നെയും വന്നാൽ മതി കേട്ടോ. അപ്പൊ ആ ചോദ്യം വരും. ഓക്കെ, അപ്പൊ ഹി ഈസ് ഇൻ ദ ഗാർഡൻ, അവൻ ഗാർഡനിലാണ്. അവൻ ഗാർഡനിലാണോ എന്ന് ചോദിക്കാൻ ഈസ് ഹി ഇൻ ദ ഗാർഡൻ, അങ്ങനെ ചോദിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ എങ്ങനെ ചോദിക്കാം? ഷീസ് എ നേഴ്സ്, അവൾ നേഴ്സാണ്. അവൾ നേഴ്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഈസ് ഷീ എ നേഴ്സ്. ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എന്താണ്? യു ആർ എ സ്മാർട്ട് ബോയ്, നീ എന്ന സ്മാർട്ട് ബോയ് ആണ് അല്ലെ. അപ്പൊ നീ സ്മാർട്ട് ബോയ് ആണോ എന്ന് ചോദിക്കാൻ എന്താ? ആർ യു എ സ്മാർട്ട് ബോയ്. അതുപോലെ ഐ ആം ഹാപ്പി, ഞാൻ ഹാപ്പിയാണ്. ആം ഐ ഹാപ്പി, ഞാൻ ഹാപ്പി ആണോ. പിന്നെ ഹീസ് എ ബോയ്, അവൻ ബോയ് ആണ്. ഈസ് ഹി എ ബോയ്, അവൻ ബോയ് ആണോ അല്ലെ. അപ്പൊ ആണ് എന്നുള്ളതിന് ആം ഈസ് ആർ ഉള്ളതാണ് അല്ലെ. അപ്പൊ ചോദ്യം വരുമ്പോ എന്താക്കുക? ആം ഈസ് ആർ ഫസ്റ്റ് എഴുതുക കേട്ടോ. ചോദ്യം വരുമ്പോ ഫസ്റ്റ് എഴുതിയാൽ നമുക്ക് ചോദ്യത്തിൽ എഴുതാം. ഓക്കെ, അപ്പൊ ഹീസ് എ ബോയ്, ഈസ് ഹി എ ബോയ്. ഇറ്റ് ഈസ് എ ടേബിൾ, ഈസ് ഇറ്റ് എ ടേബിൾ, അത് ടേബിൾ ആണോ. ദിസ് ഈസ് എ പെൻ, ഈസ് ദിസ് എ പെൻ, എന്താണ്? ഇത് പെന്നാണോ അല്ലെ. ഇത് ബുക്സ് ഒക്കെ പുതിയതാണ് അല്ലെ, ന്യൂ ആണ്. ആർ ദ ബുക്സ് ന്യൂ, പുതിയ ബുക്കുകളാണോ അങ്ങനെ ചോദിക്കുന്നത് അല്ലെ. പിന്നെ യു ആർ എ ഗുഡ് ബോയ്, നീ നല്ല കുട്ടിയാണ് അല്ലെ, നിന്റെ ആൺകുട്ടിയാണ് അല്ലെ. അപ്പൊ ആർ യു എ ഗുഡ് ബോയ്, നീ നല്ല ആൺകുട്ടി അല്ലേ അല്ലെ, ആൺകുട്ടി ആണോ അങ്ങനെ ചോദിക്കില്ലേ. സോറി, ആർ യു എ ഗുഡ് ബോയ്, നീ നല്ല ആൺകുട്ടിയാണോ അല്ലെ, അങ്ങനെയല്ലേ ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ചോദ്യം. ഇനി അതേപോലെ നമ്മൾ പ്രവൃത്തിയിലും നമുക്ക് എന്താണ്? നീ പോവുകയാണോ, നീ വരികയാണോ എന്നൊക്കെ ചോദിക്കല്ലേ. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം? നോക്കൂ, എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ളത് നോക്കിയേ. ഇപ്പൊ എന്താണ്? എഴുതിയെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയി ചോദിക്കുക. പിന്നെ എന്താണ്? എഴുതിയെടുക്കുകയും ചെയ്യുക കേട്ടോ. മീനിങ് ഒക്കെ ചിലപ്പോൾ ചിലത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്താക്കുക?
നിങ്ങൾക്ക് കിട്ടുന്ന ആ പോയിന്റ്സുകളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, ഇനി എന്താണ് ഹി ഈസ് ഗോയിങ് എന്നല്ലേ, അവൻ പോവുകയാണ്. ഹി ഈസ് ഗോയിങ്, അതെന്താണ് വെർബ് ING അല്ലേ. അവൻ പോവുകയാണോ അപ്പൊ എങ്ങനെ ചോദിക്കുക, അവൻ പോവുകയാണ് എന്നാ പറയുന്നത് അല്ലെ. ഹി ഈസ് ഗോയിങ് അല്ലെ, അവൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ പോവുകയാണോ എന്ന് എങ്ങനെ ചോദിക്കുക, ഇത് രണ്ടാമത്തെ ഓക്സിലറി ആദ്യം കൊണ്ടുവരിക അല്ലെ. ഈസ്, പിന്നെ എന്താ ഇത് സബ്ജക്റ്റ് എഴുതുക, ഈസ് ഹി ഗോയിങ്, അവൻ പോവുകയാണോ. ഈ ING ഇടേണ്ട മനസ്സിലായല്ലോ, ഒരു പ്രവൃത്തി വരുമ്പോൾ മാത്രമാണ് എന്ത് ING ഇടേണ്ടത് കേട്ടോ. പിന്നെ എന്താ നമുക്ക് പറയാം, അവൻ പഠിക്കുകയാണോ എങ്ങനെ ചോദിക്കുക, അവൻ പഠിക്കുകയാണ് ആദ്യം എഴുതി വെക്കുക. ഹി ഈസ് സ്റ്റഡിയിങ്, ഹി ഈസ് സ്റ്റഡിയിങ് അല്ലേ. അപ്പൊ അവൻ പഠിക്കുകയാണോ എന്ന് എങ്ങനെ ചോദിക്കുക, ഈസ് ഹി സ്റ്റഡിയിങ്, അവൻ പഠിക്കുകയാണോ അങ്ങനെ ചോദിക്കാം. ചോദ്യം വരുമ്പോ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക അല്ലെ. പിന്നെ എന്താണ് അവൾ പഠിപ്പിക്കുകയാണോ എങ്ങനെ ചോദിക്കുക, അപ്പൊ എന്താണ് നമ്മൾ ആലോചിച്ച് നോക്കുക, അവൾ പഠിപ്പിക്കുകയാണെന്ന് നമുക്കറിയാം അല്ലെ. ഷീ ഈസ് ടീച്ചിങ് അല്ലേ. അപ്പൊ അവൾ പഠിപ്പിക്കുകയാണോ എന്ന് എങ്ങനെ എഴുതാം നമുക്ക്, ഇത് എന്താണ് ഓക്സിലറി ആദ്യം എഴുതുക അല്ലെ, ഈസ്, പിന്നെന്താണ് ഇത് പിന്നെ എഴുതുക അല്ലെ. ഈസ് ഷീ ടീച്ചിങ്, അവൾ പഠിപ്പിക്കുകയാണോ അല്ലെ. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ. അപ്പം എങ്ങനെയാണ് ചോദ്യം ഉണ്ടാക്കുന്നത് മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ അവൾ പോവുകയാണോ, അവൾ പഠിക്കുകയാണോ, അവൾ പഠിപ്പിക്കുകയാണോ അല്ലെ. പിന്നെന്താണ് എന്താ ചോദിക്കുക, അവൾ വരിക അല്ല, ദേ ആർ കമ്മിങ്, അവർ വരികയാണ് അല്ലെ. ദേ ആർ കമ്മിങ്, അവർ വരികയാണ്. അപ്പൊ അവർ വരികയാണോ എന്ന് എങ്ങനെ ചോദിക്കുക നമുക്ക്, ആദ്യം കൊണ്ടുവരിക അല്ലെ. അപ്പൊ ആർ ദേ കമ്മിങ്, അവർ വരികയാണോ അല്ലെ, അങ്ങനെ ചോദിക്കാം. പിന്നെ നമ്മൾ പോവുകയാണോ എന്ന് ചോദിക്കൂലേ. അപ്പൊ നമ്മൾ പോവുകയാണ് നമുക്ക് എങ്ങനെ എഴുതാ, എന്താണ് നമ്മൾ പോവുകയാണെന്ന് എഴുതാൻ നമുക്കറിയാം അല്ലെ. വി ആർ ഗോയിങ്, ഞങ്ങൾ പോവുകയാണ് അല്ലെ. ഗോയിങ്. അപ്പൊ ഞങ്ങൾ പോവുകയാണോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ പോവുകയാണോ എന്ന് ചോദിക്കുക, ഇത് രണ്ടാമത്തത് അല്ലെ. ആർ വി ഗോയിങ്, ചോദിക്കുക അല്ലെ. പിന്നെ എന്താണ് ചോദിക്കുക നമുക്ക്, അവർ കളിക്കുകയാണോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാ, അവർ കളിക്കുകയാണ് നമുക്ക് എഴുതാ അറിയാം അല്ലെ. അവർ എന്നുള്ള എങ്ങനെ എഴുതാ, ദേ അല്ലെ. ദേ എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ അല്ലെ. പിന്നെന്താണ് ആണ്, എന്ത് പ്ലേയിങ് അല്ലെ. അവർ കളിക്കുകയാണ്. അപ്പൊ അവർ കളിക്കുകയാണോ എന്ന് എങ്ങനെ ചോദിക്കുക, ആർ ദേ പ്ലേയിങ്, അല്ലെ. പിന്നെ എന്താ ചോദിക്കുക, നിങ്ങൾ തന്നെ ഓരോന്നും പറഞ്ഞു നോക്ക്, ഇനി എന്താ കിട്ടുന്നത്. പിന്നെ അവർ ട്രാവൽ ചെയ്യുകയാണ്, എങ്ങനെ പറയാ, ദേ ആർ ട്രാവലിംഗ് അല്ലെ. അപ്പൊ ആർ ദേ ട്രാവലിംഗ്, അവർ ട്രാവൽ ചെയ്യുകയാണോ എന്നുള്ളത് അല്ലെ. പിന്നെന്താ ചോദിക്കാൻ പറ്റും, അവൻ നിന്റെ ബ്രദർ ആണോ എന്ന് എങ്ങനെ ചോദിക്കുക, അപ്പൊ അവൻ നിന്റെ ബ്രദർ ആണ് നമ്മൾ എങ്ങനെ പറയാ, ബ്രദർ ആണ് അല്ലെ. ഇത് പ്രവൃത്തിയല്ല അല്ലെ. അപ്പൊ എന്താണ്, ഹി ഈസ് മൈ ബ്രദർ എന്ന് പറയാം അല്ലെ. എങ്ങനെ, ഹി ഈസ് മൈ ബ്രദർ അല്ലെ. ഹി ഈസ് മൈ ബ്രദർ, അവൻ എന്റെ ബ്രദർ ആണ് അല്ലെ. അപ്പൊ എന്താണ്, അവൻ എന്റെ ബ്രദർ ആണോ എന്ന് ചോദിക്കുക, ഈസ് ഹി മൈ ബ്രദർ അല്ലെ. അപ്പൊ ഈ വെർബ് ING വരുന്നത് എന്താന്ന് മനസ്സിലായല്ലോ, ING എങ്ങനെ വരുന്നത് മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ എന്താണ്, ഈസ് കഴിഞ്ഞിട്ട് എന്താണ്, ഒരു പ്രവൃത്തി അല്ലാത്തതുകൊണ്ടാണ് എന്ത് ING അല്ലാത്തത്. ഒരു പ്രവൃത്തിയാണെങ്കിൽ എപ്പോഴും എന്താണ് ING ആയിരിക്കും കേട്ടോ. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ പോവുകയാണോ, നിങ്ങൾ വരികയാണോ, നിങ്ങൾ പഠിപ്പിക്കുകയാണോ, നിങ്ങൾ പഠിക്കുകയാണോ അല്ലെ. പിന്നെന്താണ്, നിങ്ങൾ ചെയ്യുകയാണോ അല്ലെ, നിങ്ങൾ ക്ലീൻ ചെയ്യുകയാണോ ഒക്കെ ചോദിക്കൂലേ. അപ്പൊ നിങ്ങൾ ക്ലീൻ ചെയ്യുകയാണ് ആദ്യം എഴുതുക അല്ലെ. അപ്പൊ എന്താണ്, യു ആർ
ക്ലീനിങ് ദ റൂം അല്ലേ, ഈ റൂം ക്ലീൻ ചെയ്യുകയാണെന്നുള്ളതാണ് അല്ലേ. അപ്പൊ നിങ്ങൾ ക്ലീൻ ചെയ്യുകയാണോ ചോദിക്കുമ്പോൾ എന്താണ്, ആർ യു ക്ലീനിങ് ദ റൂം അല്ലേ, നിങ്ങൾ ക്ലീൻ ചെയ്യുകയാണോ എന്ന് ചോദിക്കുക അല്ലേ. അപ്പൊ എന്താണ്, ആണ് എന്നുള്ള അർത്ഥത്തിലേക്ക് ആദ്യം കൊണ്ടുവരിക. ആ ആണ് എന്നുള്ള അർത്ഥം വരണമെങ്കിൽ എന്താണ്, ആമീസാർ ആണെന്ന് ഇപ്പോഴും മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ആണ് എന്നുള്ള അർത്ഥത്തിലേക്ക് വന്നതിന് ശേഷം എന്താക്കുക, നമ്മള് സെന്റൻസ് ഉണ്ടാക്കുക. ഇനി ഒരു പ്രവൃത്തിയാണെങ്കിൽ, വെർബാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് ആണെങ്കിൽ എന്താണ്, അതിന്റെ കൂടുതൽ ING കൊടുക്കുക. ഇനി ആക്ഷൻസ് അല്ലാതാണെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ എഴുതിയാൽ മതി. ഹി ഈസ് മൈ ബ്രദർ, എന്താണ്, ഷീ ഈസ് മൈ സിസ്റ്റർ അല്ലേ, ഹി ഈസ് മൈ ഫാദർ, ഷീ ഈസ് മൈ മദർ അല്ലേ, അങ്ങനെയൊക്കെ കൊടുക്കുക അല്ലേ. അങ്ങനെ ആണോ ചോദിക്കാൻ ഈസ് ആദ്യത്തിലേക്ക് കൊണ്ടുവരിക, ആമീസാർ ആദ്യത്തിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് സബ്ജക്റ്റ് എഴുതിയിട്ട് ഇതങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നും കൂടിയും പറഞ്ഞുതരാം. അവൻ പോവുകയാണോ, ഈ ING ഇടാനുള്ള കാരണം എന്താ മനസ്സിലായ, ആക്ഷൻസ് പ്രവൃത്തി ആയതുകൊണ്ടാണ് അതിന്റെ കൂടുതൽ ING ഇടുന്നത് കേട്ടോ. അപ്പൊ അവൾ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്, അവൻ പോവുകയാണോ ചോദിക്കാൻ അവൻ പോവുകയാണെന്ന് ആദ്യം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിരിക. അപ്പൊ ഹി ഈസ് ഗോയിങ് അല്ലേ. അപ്പൊ അവൻ പോവുകയാണോ ചോദിക്കാൻ എന്ത് ചെയ്യാ, ഈസ് ഹി ഗോയിങ്, അവൻ പോവുകയാണോ അല്ലേ, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നന്നായി മനസ്സിലാക്കുക. ഞാൻ എന്താണ് നന്നായി തറായിട്ട് ഈ ആണോ എന്നുള്ള അർത്ഥവും പറഞ്ഞു. ചോദ്യം അല്ലേ, പോവുകയാണോ, വരികയാണോ, പിന്നെ അതുപോലെ എന്താ പഠിപ്പിക്കുകയാണോ, അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ എങ്ങനെയാന്നുള്ളത്. ഓക്കെ, ദെൻ ടീച്ചർ ഞാൻ അടുത്ത ഭാഗം എന്താക്കുക, അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഗ്രാമറിലും വരുന്നു കേട്ടോ. ഈ ആമീസാർ, ഈ ING വരുന്നതൊക്കെ എന്താണ് ഈ ഗ്രാമറിലും വരുമ്പോൾ പ്രസന്റ് ആണിത് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കഴിഞ്ഞു പോയ കാര്യങ്ങളും പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.